എന്തിനാ ദേഹത്തിന്റെ കണക്ക്? അവളോ ഞാനോ പരസ്പരം മനസ്സിൽ പോലും തൊട്ടിട്ടില്ല. കാരണം എന്റെ കണക്കുകൂട്ടലില് എനിക്കൊരൊറ്റ പെണ്ണേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന രാധികയാ. ഇവളാ എന്റെ ഭാര്യ. ഇതൊന്ന് തെളിച്ചു പറഞ്ഞ് ഇവളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ മുത്തശ്ശിക്ക്? മോളെ, രഹസ്യങ്ങൾ ഞാൻ സൂക്ഷിക്കാൻ നോക്കിയതമ്മ, പക്ഷെ കൈവിട്ടുപോയി. എന്നോട് പൊറുക്ക്. അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അച്ഛനെ വിളിച്ചു വരുത്താം. എന്നിട്ട് ഈ സംഭവത്തിലെ ന്യായങ്ങൾ പറഞ്ഞ് അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. പക്ഷേ ആ തീരുമാനം രാധികയും ഞാനും ഒരുമിച്ച് ജീവിക്കാനുള്ളത് തന്നെയായിരിക്കണം. എന്റെ നിലപാടിന് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല. ചേച്ചി എവിടെയെന്ന്? വരുൺ, ചേച്ചി എവിടെ? രാധിക അകത്തുണ്ട്. ഞാൻ രാധിക എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാണ് വന്നിരിക്കുന്നത്. ഭാര്യയായിട്ടോ? അപ്പൊ ഞാനോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാനും രാധികയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. എനിക്ക് വരുണ്ട ഭാര്യയാവാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ ജയിച്ചു അല്ലേ മുത്തശ്ശി? പക്ഷേ സത്യസന്ധമായ ഇഷ്ടം എന്റെ പെണ്ണിന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് അവിടെ ഉള്ളിടത്തോളം കാലം വേറൊരുത്തി എന്റെ മനസ്സിൽ കയറില്ല. വരുണിന് വേറൊരു ഭാര്യ ഉണ്ടാവില്ല.
ഞാൻ ഇറങ്ങുക. അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമ്മ വേണത് നേർവഴിക്ക് കൊണ്ടുവരാൻ. യശോദേ, ഒരുപാട് കാലമായി അമ്മ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്. കുടുംബത്തിന്റെ അന്തസ്സിന്റെ കാര്യം പറഞ്ഞാലും ദേവേട്ടന്റെ വില പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. അവൻ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് പറഞ്ഞ അത് തെറ്റാ, തെറ്റ് തന്നെയാ അമ്മ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എന്നെ രക്ഷിച്ചത്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ. മുത്തശ്ശി ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സംഭവിക്കില്ല മോളെ. ചേച്ചി കൂടെ ഇല്ലാതെ വരുൺ എന്നെ കണിമംഗലത്ത് കയറ്റില്ല. കണിമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേച്ചിയെ കൂടെ കൊണ്ടുപോയേ പറ്റൂ.